ഹലോ ഗൈസ്, ഇന്ന് സൂര്യേട്ടനൊക്കെ കണ്ടിട്ട് എണീറ്റതെങ്കിലും എൻ്റെ ദിവസം പോക്കായിരുന്നു ഗൈസ്. ആകെ മൊത്തം ഒരു മോശ ദിവസമായിരുന്നു. ഹോസ്പിറ്റല് അത് ഇത് ഒക്കെ പറഞ്ഞ് ഇന്നൊരു ഡേ അങ്ങനെ പോയി. ഒക്കെ വഴിയെ കാണാം. ഫസ്റ്റ് തുടക്കം തന്നെ പാളി, പീരീഡ്സായി ഇട്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ കൂടെ ചെറുതായി പനിക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ മുതലേ കുറച്ച് വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, മേലുവേദന അതും ഇതൊക്കെ പീരീഡ്സിൻ്റെ ആണെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. ഞാൻ കുറച്ച് ചൂടെണ്ണം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കെറ്റിലിൽ. ഞാൻ മെൻസ്ട്രൽ കപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അത് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ എനിക്ക് മേല് വരാൻ വേണ്ടിയിട്ടും കുറച്ച് മേലുവേദനയ്ക്ക് ആക്കണ്ടാവുമല്ലോ, അപ്പം അതിനും കൂടെ വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ ചൂടുവെള്ളം വെച്ചത്. ഇതൊക്കെ ഫ്രഷൊക്കെ ആയി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ മുഖമൊക്കെ ഫുള്ള് ഡള്ളാണ്, ഉറക്കവും ശരിയാവുന്നില്ല, മേലുവേദനയൊക്കെ കൊണ്ട് ഇനി കഴിക്കാം. അപ്പോൾ രാവിലെ ഞാനൊരു കാപ്പിയും പഴം പുഴുങ്ങിയതാട്ടോ കഴിച്ച്. അതും കഴിച്ച് വന്ന് കിടന്ന് ആകെ മൊത്തം വയറുവേദനയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. കിടത്തവും ശരിയാവുന്നില്ല, ഒക്കെ മൊത്തം സീനാണ് ഗൈസ്. ഉറങ്ങണോ വേണ്ടേന്ന് ചിന്തിച്ചിരിക്കുകയാണോ അറിയില്ല. തിരിഞ്ഞും മറിഞ്ഞും കുറേ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കുറേ തിരിഞ്ഞ് കിടന്ന് നോക്കി, ഉറങ്ങാനൊന്നും പറ്റുന്നില്ല വേദന കാരണം. പിന്നെ കുറേ ഫോണിലൊക്കെ തോണ്ടിയിരുന്ന് പിന്നെ എണീറ്റിട്ടുണ്ട്. അപ്പം റൂമൊക്കെ മൊത്തം അലങ്കോലമായിട്ടിരിക്കുകയാണ്. എന്തായാലും വെയിൽ ഇങ്ങനെ ഇരുന്നിട്ടും കാര്യമൊന്നുമില്ല. നമുക്ക് അതൊക്കെ ഒന്ന് ബേബീൻ്റെ ഡ്രസ്സൊക്കെ ഉണ്ട് കുറച്ചൊന്ന് മടക്കി വെക്കാൻ. അത് മടക്കി വെച്ചിട്ടും കാര്യമില്ല, അപ്പം പിടിച്ച് നടക്കണതുകൊണ്ട് എല്ലാം വലിച്ചു വാരി താഴെ ഇടും, പിന്നെ മടക്കി വെക്കണം. അപ്പോൾ എന്തായാലും മടക്കി വെക്കാം. അത് മടക്കി വെച്ച് എന്നിട്ട് വേണം കഞ്ഞിയൊക്കെ കുടിക്കാൻ. ഇനി അതും ഛർദ്ദിക്കുമോ എന്നറിയില്ല. അപ്പം എന്തായാലും അത് മടക്കി വയ്ക്കാം. അപ്പം എന്നെ കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. അവിടെ ക്ലിയർ ഉണ്ടോയെന്ന്. ഞാൻ ഇതേപോലെ ഒരു ബോക്സിലാട്ടോ ബേബീൻ്റെ ഡ്രസ്സസൊക്കെ, വീട്ടിലിടുന്ന ക്ലോത്ത്സൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് സ്പീഡ് കാണിക്കുന്നുണ്ട്. അപ്പോൾ പതുക്കെ എല്ലാം മടക്കി വെക്കുന്നുണ്ട്. അപ്പം ഞാൻ ട്രൗസേഴ്സ് പിന്നെ ടീഷർട്ട്സ് ഒക്കെ സെപ്പറേറ്റായിട്ട് മടക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് വേണം ബോക്സിൽ അടക്കി വെക്കാൻ കേട്ടോ. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് ഗൈസ് പീരീഡ്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ ആണോ? എനിക്ക് എൻ്റെ ഓർമ്മ തൊട്ട് ഇങ്ങനെ തന്നെയാണ്. എനിക്ക് ചിലപ്പോൾ പനിയായിട്ട്, ഛർദിയായിട്ട്, വയറുവേദനയായിട്ട് അങ്ങനെയൊക്കെയാണ്. കുറച്ച് അൺസൈക്കബിളാണ്, തീരെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ആ സമയത്ത്. നിങ്ങൾക്കും ഇങ്ങനെയൊക്കെയാണോ ഗൈസ്? എൻ്റെ വോയിസൊക്കെ കുറച്ച് കുറവായിരിക്കും, അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്താലല്ലേ എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവുള്ളൂ. അപ്പം ഇതിൻ്റെ കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഗൈസ്. ദെൻ ബേബീൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ മടക്കിയൊക്കെ വയ്ക്കുന്നുണ്ട്. അവന് ഇപ്പം കുസൃതി കൂടുതലായതുകൊണ്ട് എല്ലാം വലിച്ച് വാരി താഴെ ഇടും. എന്നിട്ട് അതിന്മേൽ കയറിയിരിക്കലാണ് അവൻ്റെ മെയിൻ പരിപാടി. ദെൻ എല്ലാം ഞാൻ അലക്കി പെറുക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഷൂവ് ഒക്കെ പെട്ടെന്ന് ഇടണ്ടായതുകൊണ്ട് ഒക്കെ ഇതിൽ തന്നെയാണ് വെക്കാറ് കേട്ടോ. ഒക്കെ ഞാൻ കഴുകി വെക്കും, ഇടയ്ക്കിടയ്ക്ക് കഴുകും കേട്ടോ ഷൂ ഇതൊക്കെ. ദെൻ ഞാൻ എല്ലാം വേഗം മടക്കി വെക്കുന്നുണ്ട്. പിന്നെ ജോഡികളായിട്ടുള്ള ഡ്രസ്സൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ വയ്ക്കുന്നത്. ദെൻ പിന്നെ നിങ്ങളും ഇപ്പോഴും പാഡാണോ യൂസ് ചെയ്യുക, അതേപോലെ മെൻസ്ട്രൽ കപ്പ് യൂസ് ആക്കാറുണ്ടോ? അപ്പോൾ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുമോ ഗേൾസ്? ഇതിൻ്റെ വീഡിയോസ് കാണുന്ന ഗേൾസിനോടാട്ടോ ഞാൻ പറയുന്നത്. മെൻസ്ട്രൽ കപ്പ് നല്ല കൺവീനിയൻ്റ് ആണ്, ഒരു പ്രോബ്ലംസും ഇല്ല. യൂസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് എക്സ്പീരിയൻസ് വെച്ച് പറയാണ്. ഓക്കെ, ഞാൻ ക്ലോത്ത് യൂസ് ചെയ്യുന്നത്, പാഡ് യൂസ് ചെയ്തതാണ്, ഇപ്പം ഞാൻ മെൻസ്ട്രൽ കപ്പ് യൂസ് ആക്കുന്നത്. അപ്പം എല്ലാത്തിൻ്റെയും ഡിഫറൻസ് കറക്റ്റായിട്ട് അറിയാം. അപ്പം അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ കേട്ടോ ഗൈസ്, ഞാൻ ചെയ്യാം. അപ്പം ഞാൻ എല്ലാം മടക്കിയ ശേഷം എല്ലാം ഞാൻ ബോക്സിലായിട്ട് അടക്കി വെക്കുന്നുണ്ട് കേട്ടോ. എല്ലാം ഞാൻ അടക്കി പെറുക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് വേണം ഇനി എന്തെങ്കിലും പോയി കഴിക്കാൻ.
ഈ ഇന്നലെ മുതൽ നല്ല ഛർദിയാണ് ഗൈസ്. എല്ലാം കഴിക്കുമ്പോൾ ഫുൾ ഛർദിച്ച് പോവാണ്. തൊണ്ടയിലെത്തുമ്പോഴത്തേക്ക് ഛർദിക്കുകയാണ്. എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഉള്ളിൽ പനി വല്ലതും ഉണ്ടോയെന്നും അറിയത്തില്ല. ഓക്കെ, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ക്ഷീണമൊക്കെ ഒന്ന് മാറും. പിന്നെ അപ്പോഴാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണത്. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തല മിന്നുന്ന പോലെ വരും. തലവേദനയും തലകറക്കം പോലെയൊക്കെ ആവും. അപ്പോൾ പിന്നെ ഞാൻ പോയി കിടക്കും. അങ്ങനെയൊക്കെ ബേബീനെ എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വലിയൊരു പ്രശ്നമാണുള്ളത്. മോനെടുക്കുമ്പോഴത്തേക്ക് എനിക്ക് പേടിയാവുക. കൈമന്ന് വീണ ഒരു സ്ട്രെങ്ത് ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യാം. ഓക്കെ, ഞാൻ പിന്നെ ഇങ്ങനെ ക്ലോത്ത് ഡയപ്പേഴ്സ് യൂസ് ചെയ്യാറുണ്ട് മോന്. അത് ഡേ ടൈമിലാട്ടോ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. നൈറ്റിൽ ഞാൻ ഡയപ്പർ തന്നെയാണ് യൂസ് ആക്കാറ്. നല്ല കൺവീനിയൻ്റ് ആട്ടോ. ഞാനിപ്പോൾ അത് കുറേ ആയി യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ റിവ്യൂ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ പറയുക ഗൈസ്. ഞാനിപ്പോൾ ഇത് ഓൺലൈനിൽ ഞാൻ പാഡഡ് ട്രൗസറും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വന്നിട്ട് ഞാൻ അൺബോക്സ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം ഗൈസ്. ദെൻ ഓക്കെ, നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ടൊക്കെ വരാം. കഴിച്ചിട്ട് വരാൻ പോയി പറഞ്ഞാൽ ഞാൻ നേരെ ഹോസ്പിറ്റലിലാണ് എത്തിയത് ഗൈസ്. അപ്പം ഇതാ ട്രിപ്പൊക്കെ ഡോക്ടറെ കാണിച്ച് ട്രിപ്പ് ഇടാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടെ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ബ്ലഡ് ടെസ്റ്റൊക്കെ കിട്ടിയതിൽ നോർമലായി ചെറുതായിട്ടൊരു വൈറൽ ഫങ്ഷൻ ഉണ്ട്. കൗണ്ടൊക്കെ ചെറുങ്ങനെ കുറവാണ്. ഒക്കെ ബോർഡറാണെന്ന്. അപ്പം ഞാനിപ്പോഴാണ് എണീക്കുന്നത് ഗൈസ്. ഹോസ്പിറ്റലിൽ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെയൊന്നും വീഡിയോ എടുത്തില്ല. നല്ല ടയേർഡായിരുന്നു. പിന്നെ വീട്ടിലെത്തി കണ്ണൊക്കെ കണ്ടില്ല ഗൈസ്. ചെറുതായി, ഭയങ്കരമായിട്ട് ചെറുതായി. ക്ഷീണം കൊണ്ടാണെന്ന് തോന്നുന്നു. മുടിയൊന്നും ഈരാനേ പറ്റുന്നില്ല. കൈ കൊണ്ട് മാടി വെച്ചതാണ്. അപ്പം എൻ്റെ ലുക്കൊന്നും നിങ്ങൾ നോക്കണ്ട. ലുക്ക് കണ്ടിട്ടൊന്നും നിങ്ങൾ പേടിക്കരുത്. അപ്പോൾ ശരി ഗൈസ്, ബൈ.